നമസ്കാരം, ഞാൻ ഡോക്ടർ മാലു മഹേന്ദ്രൻ. കരിമംഗല്യം അല്ലെങ്കിൽ മെലാസ്മ എന്ന് പറയുന്ന കണ്ടീഷനിൽ കഴിഞ്ഞ വീഡിയോയിൽ നമ്മളൊരു രണ്ട് പ്രൊഡക്ട്സിനെ കുറിച്ചിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് ഹെർബൽ ആൻറ്റി മെലാസ്മ ഫേസ് പാക്കും അതേപോലെ തന്നെ അതിനൊപ്പം ഒരു കോമ്പിനേഷൻ മെഡിസിനായിട്ട് യൂസ് ചെയ്യുന്ന മുഖവർണ്ണ തൈലത്തെക്കുറിച്ചും. അപ്പം ധാരാളം പേരത് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഇടയ്ക്കൊക്കെ നമ്മുടെ കസ്റ്റമേഴ്സിൻ്റെ ഭാഗത്തു നിന്ന് കുറച്ച് ഡൗട്ട്സ് ഇങ്ങനെ സ്ഥിരമായിട്ട് വരാറുണ്ട്. അപ്പം അത് സംബന്ധമായിട്ടുള്ളൊരു വീഡിയോ ആണിത്. ആ ഡൗട്ട്സൊക്കെ ഒന്ന് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിൽ ആദ്യത്തെ കാര്യം എന്ന് പറയുന്നത്, ഈ മെലാസ്മ മാറാൻ വേണ്ടിയിട്ട് ഈ രണ്ട് പ്രൊഡക്റ്റും എല്ലാവരും ഉപയോഗിക്കണം എന്നുള്ളത് നിർബന്ധമാണോ എന്നുള്ളത്. അപ്പോൾ അതായത് നിങ്ങളുടെ ഈ ഒരു മെലാസ്മ അല്ലെങ്കിൽ കരിമംഗല്യം എന്ന് പറയുന്നത് തുടങ്ങിയിട്ട് ഏകദേശം ഒരു 6 മാസത്തിൽ താഴെയായിട്ടുള്ളൂ എന്നുണ്ടെങ്കിൽ, അതായത് ജസ്റ്റ് തുടക്കം മാത്രമാണെന്നുണ്ടെങ്കിൽ ഹെർബൽ ആൻറ്റി മെലാസ്മ ഫേസ് പാക്ക് മാത്രമായിട്ട് ഉപയോഗിച്ചാൽ മതിയാകും. ദിവസേന ഉപയോഗിക്കാൻ ശ്രദ്ധിക്കുക. പിന്നെ ഓരോരുത്തരുടെ സ്കിന്നിനനുസരിച്ച് എന്തിലാണത് മിക്സ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ വിശദമായിട്ടൊരു യൂസേജ് ഇൻസ്ട്രക്ഷൻ, ഉപയോഗരീതി അടങ്ങിയിട്ടുള്ള ഒരു നോട്ട് നമ്മളതിൽ വെക്കുന്നുണ്ട്. അതനുസരിച്ച് ഉപയോഗിക്കാവുന്നതാണ്. പക്ഷേ ഇനിയിപ്പോൾ നിങ്ങളുടെ ഈ ഒരു കരിമംഗല്യം അല്ലെങ്കിൽ മെലാസ്മ എന്ന് പറയുന്ന കണ്ടീഷൻ ഒരു 6 മാസത്തിലധികമായിട്ടുള്ളതാണെന്നുണ്ടെങ്കിലും, അതേപോലെ തന്നെ കറുപ്പ് കൂടുതലാണ് അല്ലെങ്കിൽ ഒരു സ്പ്രെഡിങ് നേച്ചർ കാണിക്കുന്നുണ്ട്, പെട്ടെന്നൊരു ഡാർക്ക് സ്പോട്ട് പോലെ തുടങ്ങി അതിങ്ങനെ സ്പ്രെഡിങ് നേച്ചർ കൂടുതൽ ഭാഗത്തേക്ക് ഇതിങ്ങനെ സ്പ്രെഡ് ചെയ്യുന്ന ഒരു സ്വഭാവം വേഗത്തിൽ കാണിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു കോമ്പിനേഷൻ മെഡിസിൻ്റെയും കൂടി ആവശ്യം വരുന്നുണ്ട്. അതാണ് മുഖവർണ്ണ തൈലം എന്ന് പറയുന്നത്. അപ്പോൾ ഇതെങ്ങനെയാണ്, ഇത് രണ്ടും കൂടെ ഉപയോഗിക്കുമ്പോൾ എങ്ങനെയാണിത് ചെയ്യേണ്ടതെന്നൊന്ന് പറയാം. അതായത് ഫസ്റ്റ് നിങ്ങൾ ഈ ഒരു ഹെർബൽ ആൻറ്റി മെലാസ്മ ഫേസ് പാക്ക് അപ്ലൈ ചെയ്ത് ഒരു 30 മിനിറ്റ്സ് അല്ലെങ്കിൽ 45 മിനിറ്റ്സിനുള്ളിൽ കഴുകിക്കളയാവുന്നതാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള സമയത്ത് ഇത് അപ്ലൈ ചെയ്യാം കേട്ടോ. എപ്പോഴാണോ നമ്മൾ ഫ്രീ ആയിട്ടുള്ളത് ആ ഒരു സമയത്ത് അപ്ലൈ ചെയ്യാവുന്നതാണ്. അതിനുശേഷം കഴുകിക്കളഞ്ഞിട്ട് ഒരു ചെറു നനവോടുകൂടി നമ്മുടെ ഫേസ് ഇരിക്കുന്ന ഒരു സമയമുണ്ടല്ലോ, ആ ഒരു സമയത്ത് ഈ ഒരു മുഖവർണ്ണ തൈലം ഒരു 2-3 തുള്ളി ഒന്ന് മുഖത്ത് അപ്ലൈ ചെയ്ത് പതുക്കെ ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുക. ഒരു സർക്കുലർ മസാജ് ചെയ്ത് കൊടുത്താൽ മാത്രം മതിയാവും. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ആ ഒരു സമയത്ത്, ഇപ്പോൾ രാവിലെ ചെയ്യുന്നവർക്ക് ചിലപ്പോൾ ഈ ഒരു എണ്ണ ഫേസിൽ പുരട്ടുന്നത് ഓക്കെ ആയിരിക്കില്ല. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ഇപ്പം വൈകിട്ട് ആ സമയത്ത് ഇതേപോലെ യൂസ് ചെയ്യാം. ഇനി അതും അല്ല എന്നുണ്ടെങ്കിൽ ഇപ്പോൾ രാവിലെ ഫേസ് പാക്ക് മാത്രം ഉപയോഗിച്ചിട്ട് വൈകിട്ട് വേണമെന്നുണ്ടെങ്കിൽ കിടക്കുന്നതിന് മുന്നേ ഒക്കെ ആയിട്ട് ജസ്റ്റ് 2-3 തുള്ളി മുഖവർണ്ണ തൈലം ഒന്ന് അപ്ലൈ ചെയ്തിട്ട് മുഖത്ത് അപ്ലൈ ചെയ്തിട്ട് കിടക്കുക. ഈ ഒരു രീതിയൊക്കെ നിങ്ങൾക്ക് ഫോളോ ചെയ്യാം കേട്ടോ. അപ്പോൾ അങ്ങനെ പ്രത്യേക ഒരു സമയത്ത് ചെയ്യണോ അങ്ങനെയൊന്നുമില്ല. നിങ്ങൾക്ക് എപ്പോഴാണോ ഫ്രീ ടൈം കിട്ടുക അപ്പോൾ ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ ഇങ്ങനെയാണ് ഇത് ഉപയോഗിക്കേണ്ട ഒരു രീതി എന്ന് പറയുന്നത്. ഇനി അടുത്തൊരു കോമൺ ആയിട്ട് കാണുന്ന ഒരു ഡൗട്ട് എന്ന് പറയുന്നത്, ഇത് ഉപയോഗിക്കുന്ന സമയത്ത് നമുക്ക് ഈ കെമിക്കൽസ് അടങ്ങിയിട്ടുള്ള പ്രൊഡക്ട്സ് യൂസ് ചെയ്യരുതെന്ന് നമ്മൾ പറയാറുണ്ട്. അപ്പം അതിനെക്കുറിച്ചിട്ട് ചോദിക്കാറുണ്ട്. നമ്മൾ പൊതുവെ ഇപ്പം എൻ്റെ ഒരു ട്രീറ്റ്മെൻറ്റ് എക്സ്പീരിയൻസിൽ നിന്ന് തന്നെ പറയുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പം നമ്മൾ മുഖത്തേക്ക് മുഖലേപനങ്ങൾ ഉപയോഗിക്കുന്നത്, അതിപ്പം ജസ്റ്റ് ഒന്ന് നമ്മുടെ ഫേസ് ഒന്ന് ബ്രൈറ്റൻ അപ്പ് ചെയ്യാൻ, ഒരു ഡൾനെസ് ഒക്കെ മാറ്റാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന മുഖലേപനങ്ങളാണെങ്കിൽ കുഴപ്പമില്ല. പക്ഷേ നമ്മളിതിപ്പം ഈ ഒരു മെലാസ്മ എന്ന് പറയുന്നത് നമ്മളൊരു ട്രീറ്റ്മെൻ്റ് ആയിട്ട് തന്നെ ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു ടൈം പീരീഡിൽ മാക്സിമം നമ്മൾ കെമിക്കൽ എക്സ്പോഷർ സ്കിന്നിന് കൊടുക്കുന്നത് അവോയ്ഡ് ചെയ്യുന്നതാണ് നല്ലത്. പിന്നെ ഒരു കാരണം എന്ന് പറയുന്നത്, ചില ആൾക്കാർക്ക്, അതായത് ചില സ്ത്രീകൾക്ക് അല്ലെങ്കിൽ ചില പുരുഷന്മാർക്ക് ഈ ഒരു മെലാസ്മ ഉണ്ടാകുന്നത് പ്രൊലോങ്ഡ് യൂസ് ഓഫ് സം കെമിക്കൽ പ്രോഡക്ട്സ് എന്ന് പറയാം. അതായത് നമ്മൾ ദീർഘനാളായിട്ട് ഇപ്പോൾ ചില ക്രീമുകളൊക്കെ ഉപയോഗിക്കുന്നവരിൽ, അല്ലെങ്കിൽ അങ്ങനെയൊക്കെ കുറച്ച് ഹാർഷ് കെമിക്കൽസ് ഒക്കെ അടങ്ങിയിട്ടുള്ള ക്രീമുകളും അല്ലെങ്കിൽ അതുപോലെയുള്ള പ്രൊഡക്ട്സ് ഒക്കെ യൂസ് ചെയ്യുന്നവരിൽ ദീർഘനാൾ ഉപയോഗിച്ചതിൻ്റെ ഒരു സൈഡ് എഫക്റ്റ് എന്നുള്ള രീതിയിൽ ചിലർക്ക് മെലാസ്മ ഉണ്ടാവാറുണ്ട്. അപ്പോൾ മെലാസ്മ ഉണ്ടാകുന്നതിൻ്റെ ഒരു കാരണമായിട്ട് തന്നെ നമുക്ക് പറയാവുന്ന ഒരു കാര്യമാണ് ഈ ഒരു കെമിക്കൽ പ്രൊഡക്ട്സിൻ്റെ യൂസേജ് എന്ന് പറയുന്നത്, പ്രൊലോങ്ഡ് യൂസേജ്. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ നമ്മൾ ഒരു കാരണവശാലും ഒരു ചികിത്സ പോലെ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് വീണ്ടും ഒരു കെമിക്കൽ എക്സ്പോഷർ കൊടുക്കാതിരിക്കുന്നതാണ് നല്ലത്. ഇനി മൂന്നാമതായിട്ടുണ്ടാകുന്ന ഒരു ഡൗട്ട് എന്ന് പറയുന്നത്, ഈ ഒരു മെലാസ്മയുടെ ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്ന ടൈമിൽ തുടക്കത്തിലൊക്കെ കൂടുതലായിട്ട് ഡാർക്ക്നെസ് ആ ഒരു കരിമംഗല്യത്തിന് തോന്നുമോ എന്നുള്ള ഒരു ഡൗട്ട് ചോദിക്കാറുണ്ട് ചിലർ. അപ്പോൾ അതിൻ്റെ ഒരു കാരണം പറയാം. അതായത് ഇപ്പം നമ്മുടെ ഹെർബൽ ആൻറ്റി മെലാസ്മ ഫേസ് പാക്കിലാണെങ്കിലും മുഖവർണ്ണ തൈലത്തിലാണെങ്കിലും അടങ്ങിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത്, ഇപ്പം
മുഖവർണി തൈലത്തിൽ എന്നൊക്കെ പറയുകയാണെങ്കിൽ 16-ലധികം ഔഷധങ്ങൾ ചേർന്നിട്ടുള്ളൊരു കൂട്ടാണത്. വളരെ ഒരു സ്ലോ കുക്കിംഗ് മെത്തേഡിൽ ഒത്തിരി ടൈം എടുത്ത് തൈലപാകവിധി പ്രകാരം പ്രിപ്പയർ ചെയ്തെടുക്കുന്നതാണ്. പതുക്കെ പതുക്കെ അതിൻ്റെ ഔഷധങ്ങളൊക്കെ എണ്ണയിലേക്ക് ഇറങ്ങി അതിൻ്റെ ഗുണം കാണിക്കുന്ന ഒരു ഔഷധമാണ് ഈ ഒരു മുഖവർണിയ തൈലം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഒത്തിരി അതൊന്നും ഒരുപാടൊന്നും ഫേസിൽ അപ്ലൈ ചെയ്യേണ്ട കാര്യമില്ല. കാരണം വീര്യം കൂടുതലാണ്, വീര്യം കൂട്ടി എടുത്തിട്ടുള്ള ഒരു എണ്ണയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് അപ്ലൈ ചെയ്താൽ തന്നെ നല്ല ഡിഫറൻസ് വരും. അപ്പോൾ ഈ ഒരു രണ്ട് കാര്യങ്ങളിലും ഹെർബൽ ആൻറ്റി മെലാസ്മ ഫേസ് പാക്ക് അല്ലെങ്കിൽ മുഖവർണിയ തൈലം എന്ന് പറയുന്ന രണ്ട് കാര്യങ്ങളിലും കൂടുതലും വർണ്ണ്യകരമായിട്ടുള്ള കാര്യങ്ങൾ, അതായത് പിഗ്മെൻറ്റേഷൻ പോലുള്ള പ്രശ്നങ്ങൾ മാറുക, സ്കിന്നിനുള്ള പ്രശ്നങ്ങൾ മാറ്റുക, അതേപോലെ തന്നെ സ്കിന്നിന് എന്തെങ്കിലും മറ്റെന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ അതെല്ലാം മാറ്റുക. പിന്നെ മുഖവർണിയ തൈലത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് സ്കിന്നിൻ്റെ ഇലാസ്റ്റിസിറ്റിയൊക്കെ നമുക്ക് പ്രായമാവുന്നതോറും കുറച്ച് കുറയാറുണ്ട്. ഇങ്ങനെ സാഗിങ് വരും, തൂങ്ങി വരിക, ഇതുപോലുള്ള പ്രശ്നങ്ങളൊക്കെ വരും. അതൊക്കെ പ്രിവെൻറ്റ് ചെയ്യാനുള്ള ഔഷധങ്ങളൊക്കെ ഇതിൽ അടങ്ങുന്നുണ്ട്. അങ്ങനെയുള്ളൊരു ഒരു രീതിയിലുള്ള മെഡിസിൻസ് ആണ് ഈ രണ്ടും. അതുപോലെ തന്നെ വർണ്ണ്യകരമാണ്, അതായത് നമ്മളിത് അപ്ലൈ ചെയ്യുന്ന സമയത്ത് നമ്മുടെ സാധാരണ രീതിയിൽ ഇപ്പം നമ്മൾ വെയിലേറ്റുണ്ടാകുന്ന കരിവാളിപ്പും കാര്യങ്ങളൊക്കെ പെട്ടെന്ന് കുറയാറുണ്ട്. അപ്പം അങ്ങനെ കുറഞ്ഞിരിക്കും. അതുപോലെ തന്നെ പക്ഷേ ഈ ഒരു കരിമംഗല്യം എന്ന് പറയുന്നത് ഇപ്പം കുറച്ച് ഡീപ്പ് റൂട്ടഡ് ആയതുകൊണ്ട് തന്നെ, അല്ലെങ്കിൽ അതിലേക്ക് ആക്ട് ചെയ്ത് വരുന്ന ഒരു ടൈം എന്ന് പറയുന്നത് കുറച്ച് പതുക്കെ ആയിരിക്കും ആക്ട് ചെയ്ത് തുടങ്ങുക. കാരണം ആ ഒരു അസുഖത്തിൻ്റെ ചികിത്സ കുറച്ച് പതുക്കെ ആയിരിക്കും അത് മായ്ച്ച് ഫെയ്ഡാക്കി തുടങ്ങുക. അപ്പം അതിന് മുന്നേ തന്നെ ഈ ഒരു കരിവാളിപ്പ് പോലെയുള്ള കാര്യങ്ങൾക്ക് റിസൾട്ട് കാട്ടി തുടങ്ങും ഈ ഒരു ഫേസിൽ അപ്ലൈ ചെയ്യുന്ന ടൈമിൽ. അപ്പോൾ നമ്മൾ സാധാരണ രീതിയിൽ നമ്മൾ എല്ലാ ദിവസവും നമ്മുടെ മുഖം കാണുന്നതുകൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് ഡിഫറൻസ് ചിലപ്പോൾ നമുക്കത് മനസ്സിലാവില്ല. അപ്പോൾ നമ്മളിങ്ങനെ കണ്ണാടിയിൽ നോക്കുമ്പോൾ, അതായത് ചുറ്റുപാടുമുള്ള സ്കിന്നൊക്കെ കുറച്ച് ലൈറ്റർ ആവുന്നത് കൊണ്ട് തന്നെ ഈ ഒരു കറുത്ത പാടുകൾ കുറച്ച് കൂടുതലായിട്ട് തെളിഞ്ഞ് കാണുന്ന പോലെ നമുക്ക് ഫീൽ ചെയ്തേക്കാം. അത് ഇതിൻ്റെ ഒരു ട്രീറ്റ്മെൻറ്റിൽ മിക്കവാറും സംഭവിക്കുന്ന ഒരു കാര്യമാണ്. ചുറ്റുപാടുമുള്ള ചർമ്മം കുറച്ച് ലൈറ്റർ ആവും ആദ്യ സമയങ്ങളിൽ. പിന്നീടാണ് ഈ ഒരു കരിമംഗലത്തിന് ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ടായി അത് ഫെയ്ഡായി ഇങ്ങനെ വരിക. ഓക്കെ, ഇപ്പം പിന്നെ ഇത് എത്ര നാൾ എടുക്കും ഇത് കരിമംഗല്യമൊക്കെ മങ്ങി തുടങ്ങാനെന്ന് ചോദിക്കുന്നുണ്ട്. ഇപ്പം നിങ്ങൾക്ക് 6 മാസത്തിൽ താഴെയുള്ള ഒരു കരിമംഗല്യമൊക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏകദേശം ഒരു 2 ആഴ്ച കാലം കൊണ്ട് തന്നെ പാടുകൾ മങ്ങി തുടങ്ങും. ഓക്കെ, പൂർണ്ണമായിട്ട് മാറുമെന്നല്ല, ഫെയ്ഡായി തുടങ്ങും. കാരണം ഇത് ഡീപ്പ് റൂട്ടഡ് ആയിട്ട് പോയി ആക്ട് ചെയ്ത് കുറച്ചുകൊണ്ട് വരാനുള്ളൊരു ടൈം അതിനെടുക്കും. ഇപ്പോൾ നമ്മുടെ നാച്ചുറൽ ആയിട്ടുള്ള മെഡിസിൻസ് എന്നൊക്കെ പറയുമ്പോൾ ആ രീതിയിലാണ് ആക്ട് ചെയ്യുക. നമുക്ക് ഇപ്പോൾ അതല്ലാതെ ഇപ്പോൾ കരിമംഗലത്തിനൊക്കെ വേണ്ടിയിട്ട് നമുക്ക് ഒരുപാട് ക്രീംസ് ഒക്കെ അവൈലബിൾ ആണല്ലോ. അതൊക്കെ നമ്മൾ പുരട്ടുമ്പോഴേ പെട്ടെന്ന് പോകുന്നതാണ്. പക്ഷെ അത് സൂപ്പർഫിഷ്യലി, അതായത് പുറമേക്ക് ആ ഒരു പാടുകൾ മായ്ക്കുന്ന രീതിയാണ് അതൊക്കെ ഫോളോ ചെയ്യുക. സ്റ്റിറോയിഡ്സ് ഒക്കെ അടങ്ങിയിട്ടുള്ള ക്രീമുകളൊക്കെയാണത്. പക്ഷെ നമ്മുടെ എന്ന് പറയുമ്പോൾ അത് ഡീപ്പ് റൂട്ടഡ് ആയിട്ട് ചികിത്സ വേണ്ടി വരുന്നത് കൊണ്ട് തന്നെ അതിന് ടൈം എടുത്തിട്ടായിരിക്കും അത് കുറച്ചുകൊണ്ട് വരിക. പിന്നീട് ഇത് ഉണ്ടാവാൻ പാടില്ല, അതിന് വേണ്ടിയിട്ടാണ്. ഓക്കെ, അത് കഴിയുമ്പോൾ ഈ ഒരു ഫിനിഷ്, പക്ഷേ അപ്പോൾ ഏകദേശം ഒരു മാസത്തിനുള്ളിൽ ഇതിൻ്റെ ഈ ഒരു സ്കിന്നിൻ്റെ ഒരു നിറവും കാര്യങ്ങളും, അതായത് ഈ ഒരു മെലാസ്മയുടെ നിറവും കാര്യങ്ങളൊക്കെ ഫെയ്ഡായി പതുക്കെ പിന്നെ അങ്ങോട്ട് ഫെയ്ഡായിക്കോളൂ, ആ രീതിയാണ്. പക്ഷേ ഇപ്പം ഭയങ്കരമായിട്ട് ഒരുപാട് വർഷങ്ങളോളം പഴക്കമുള്ളതും ഒരുപാട് സ്പ്രെഡഡ് ആയിട്ടുള്ള മെലാസ്മയൊക്കെ ഉള്ളവരുണ്ട്. അപ്പോൾ ഡീപ്പ് റൂട്ടഡ് എന്ന് പറയുമ്പോഴത്തേക്കിനും ശരിക്കും സ്കിന്നിൻ്റെ ഡീപ്പർ ലെയേഴ്സിൽ പോയി പ്രവർത്തിച്ച് അത് കംപ്ലീറ്റ്ലി മാറ്റേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെതായ ഒരു ടൈം കൊടുക്കുക. പക്ഷേ എന്നിരുന്നാൽ പോലും അതൊക്കെ ഫെയ്ഡ് ആവുന്നത് കാണാം. ഏകദേശം 1.5 മാസം കൊണ്ടൊക്കെ അതൊക്കെ ഫെയ്ഡായി തുടങ്ങുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും. റെഗുലർലി ഉപയോഗിക്കാൻ ശ്രദ്ധിക്കുക. പിന്നെ ഇതുപോലുള്ള കാര്യങ്ങളും നമ്മൾ ഏത് പ്രൊഡക്ട്സിൻ്റെ കൂടെ ആണെങ്കിലും വിശദമായിട്ടുള്ള ഉപയോഗരീതി അടങ്ങിയ ഒരു നോട്ട് ഉണ്ടാവും, അതനുസരിച്ച് യൂസ് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ ഈ ഒരു 3 കാര്യങ്ങളാണ് പ്രധാനമായിട്ടും നമുക്ക് ഈ ഒരു പ്രൊഡക്ട്സിനെ കുറിച്ചിട്ട് വരുന്ന ഡൗട്ട്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിപ്പോൾ അത് ക്ലിയർ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. നമുക്ക് അടുത്ത വീഡിയോയിൽ മറ്റ് പ്രൊഡക്ട്സിൻ്റെ കുറച്ച് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാം.